ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. വ്യാഴ മാറ്റത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ് ഞാൻ കഴിഞ്ഞ 2-3 അധ്യായങ്ങളിലായി പറഞ്ഞത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത്. ചിങ്ങൻ രാശി വരെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മൊത്തം കാലാവസ്ഥാ പരിവർത്തനം കൊണ്ട് എല്ലാവരും ഒന്ന് അമർന്നിരിക്കുന്ന സമയമാണ്. അതിനൊരു മാറ്റം ഇന്നലെ മുതൽ വന്നു കാണുന്നു. ഇനി എപ്പോഴാണ് അടുത്ത തുടങ്ങുക എന്നറിയില്ല. ഒന്നും പ്രവചനാതീതമായ കാലാവസ്ഥ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും മറ്റേ കാലാവസ്ഥ പ്രവചനം നടത്തുന്നവർക്ക് പോലും പറ്റുന്നില്ല. വെറുതെ റെഡ്, മഞ്ഞ, ഓറഞ്ച് എന്നൊക്കെ ഇങ്ങനെ പറയും. നമ്മൾ സൂക്ഷിക്കുക, അത്ര തന്നെ. ഏതായാലും നമുക്ക് വ്യാഴത്തിലേക്ക് വരാം. വ്യാഴം ഇനി പറയാനുള്ളത് കന്നി രാശിക്കാരെ കുറിച്ചാണ്. ചിങ്ങൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങളാണെന്ന് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. കന്നിരാശി പൊതുവെ കന്നിരാശിക്കാർക്കരുടെ പ്രത്യേകത. ഒരു കോളുണ്ട്, ഇതിലേക്ക് വരാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. പയ്യന്നൂരിൽ വിളിക്കുന്നത്. ശരി, ഓക്കെ. 12/9/58. സമയം പറയൂ. രാവിലെ 4:46. ആരുടേതാണ്? എന്റെ തന്നെയാണ് സാർ. മകൻ നക്ഷത്രം. അതെ. എന്താണ് അറിയേണ്ട കാര്യങ്ങൾ? ഞാൻ എന്റെ വീട് നിർമ്മാണം തുടങ്ങി. എന്റെ അന്തിമത്തായില്ല, ഏകദേശം ഒരു 60% ഒരു ഫിനിഷിങ്ങിന് ഏകദേശം പെട്ടെന്നാവുമെന്ന് അറിയാനാണ്. അല്ല, നിങ്ങളുടെ രാഹുദശ കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. വ്യാഴത്തിൻ്റെ ഇപ്പം നടക്കുന്ന സ്വാപകാരമാണ്. എങ്കിലും വീട് നിർമ്മാണത്തിനൊന്നും അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പക്ഷേ ടെൻഷൻ ഉണ്ടാവും. സാമ്പത്തികമെല്ലാം വന്നോളും. പിന്നെ എന്തായാലും എങ്ങനെ ഈ ഒരു വർഷം അടുത്തൊരു ഈ സീസൺ ആവുന്നതിന് മുമ്പിൽ നമുക്കൊന്ന് ഇത് കയറിക്കൂടാനാവോ? സാധിക്കുമല്ലോ. ആവല്ലേ. ഉദ്ദേശ രീതിയിൽ അവൻ കുറച്ച് വലിയ വീടാണ്. പിന്നെ ഇപ്പൊ താമസിക്കുന്ന സൗകര്യമില്ലാതെ സർവീസിലുള്ളപ്പോ നല്ല രീതിയിൽ ആക്കാൻ പറ്റിച്ച ഒരു വീട്. അപ്പൊ ഇപ്പൊ കുറച്ച് സൗകര്യമുള്ള ഒരു വീട് കുറച്ച് എളുപ്പത്തിലാക്കാൻ ഞാൻ വാങ്ങിച്ച സ്ഥലത്തില്. അതെ, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് വേറൊന്ന് പറഞ്ഞു തരാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ പ്രായത്തിൽ എടുക്കുമ്പോൾ വളരെയേറെ പുതിയ വീട് എടുക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് നടക്കുമ്പോൾ മറ്റൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒന്ന് ആരോഗ്യ പ്രശ്നം വരിക എന്നുള്ള വീട് നിർമ്മാണ സമയത്ത് പൊതുവേ കണ്ടുവരുന്നതാണ്. പെട്ടെന്ന് പിന്നെ ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടെയാണ് നടക്കുക. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇവിടെ പ്രായം 67 വയസ്സ് അല്ല 66 വയസ്സും 66 വയസ്സാണ്. അപ്പോൾ 66 വയസ്സുള്ള ആൾക്ക് ബോഡിയുടെ മേലെ കുറച്ച് നിയന്ത്രണം നഷ്ടപ്പെടും. അത് നമ്മളെ യൗവനത്തിലുള്ള പോലെയല്ല, കൺട്രോള് കുറച്ച് മാറ്റം വരും. അങ്ങനെയാണ് ഈ ലേശം ഏജ് മാറുമ്പോൾ പലരും വീഴുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെ വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല, പുതിയ വീട്ടിൽ പോയിട്ട് ആ പണിയെടുക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് വെറുതെ മേലെ ഒന്നും കയറിയിട്ട് വെറുതെ വളരെ ശ്രദ്ധിച്ച് നടക്കണം. അത് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് 60 വയസ്സിന് ശേഷം
ആ ചുറ്റുമുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോളുക. ബാക്കി വീട് നിർമ്മാണം എന്തായാലും പൂർത്തിയാവും. അത് കുറച്ച് നിങ്ങൾക്ക് പിന്നെ എന്തിനും ഒരു ഇതുള്ള ആളാണല്ലോ. അത് നിങ്ങളെ ജന്മത്തിൻ്റെ പ്രത്യേകതയാണ്. എന്തിനും ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഉത്സാഹം ഇപ്പം വരുമല്ലോ. ഇനി ഉത്സാഹിച്ചിട്ടില്ല, ഇനി എപ്പോഴാണ്? ഇപ്പം തന്നെ വൈകിപ്പോ. ഉത്സാഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ഇപ്പം പറഞ്ഞ കോളറോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം വിട്ടുപോയ കാര്യമാണ്. 11 അദ്ദേഹത്തിന് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 11 വ്യാഴം അഭീഷ്ട സിദ്ധി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിങ്ങക്കൂറുകാരനായ അദ്ദേഹത്തിന് ഇപ്പം മകം നക്ഷത്രം, ചിങ്ങക്കൂറ് ഞാൻ പറഞ്ഞല്ലോ, മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം, അതാണ് ചിങ്ങക്കൂറുകാർ. അപ്പോൾ അവർക്കിപ്പം 11 വ്യാഴമാണ്. അദ്ദേഹം ഈ സീസണിൽ വീട് പൂർത്തിയാവില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പൂർത്തിയാവുമെന്നും പറഞ്ഞു. അപ്പോൾ ഏത് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം വന്നിട്ട് 14-15 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി അതിൻ്റെ ശക്തി വർദ്ധിക്കുക 2-3 മാസം കഴിഞ്ഞാലാണ്. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാവുന്നത് എല്ലാവർക്കും, ആ രാശിക്കാർക്കും അതേപോലെ വ്യാഴം അനുകൂലത്തിൽ നിൽക്കുന്നവർക്കും അനുഭവപ്പെടുക. ഇപ്പോൾ കന്നിക്കൂറുകാർ പൊതുവെ ഇപ്പം 10ലാണ് വ്യാഴം. ഗുണം എന്ന് പറയാൻ അങ്ങനെയില്ല, ദോഷവും പറയാൻ അങ്ങനെയില്ല. അങ്ങനെയാണ് 10ാം ഭാവത്തിൽ അങ്ങനെ. പക്ഷെ കർമ്മസ്ഥാനത്തും മറ്റൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട് 10ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. അതേപോലെ ഹൃദ്രോഗത്തിന് മരുന്നൊക്കെ കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വ്യാഴത്തിൻ്റെ ഇത്രയും കാലം അവർക്ക് 9ലായിരുന്നു. വളരെയേറെ ദൈവാനുഗ്രഹമുള്ള സമയമായിരുന്നു. ദൈവാനുഗ്രഹം എല്ലാത്തിനും മീതിയാണ്. ദൈവാധീനം ജഗൽ സർവം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ദൈവാധീനമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഒരു നല്ല ജ്യോതിഷി ജാതകം പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഇയാൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടോ എന്നുള്ളതാണ്. അത് വ്യാഴത്തിനെ കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുക. ഒരു കോൾ ഉണ്ട്, ശേഷത്തിലേക്ക് വരാം. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാറേ, കണ്ണൂർ ജില്ലയില് കോഴിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ആവട്ടെ, കോഴിയോട് കാര്യം പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 2/2/1981. സമയം രാവിലെ 7:10. പൂരാടം നക്ഷത്രമാണ്. അതൊക്കെ ഇവിടെ ഞാൻ കണ്ടോളൂല്ലോ. പൂരാടം തന്നെ. ടിവിയുടെ വോളിയം കുറച്ചാൽ നമുക്കൊന്നുകൂടി. പറയൂ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട വിഷയം? എന്താണ് അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഗവൺമെന്റ് ജോലി താൽക്കാലികമായിട്ട് കുറെ ചെയ്തു, ഒരു പെർമനന്റ് പോസ്റ്റ് കിട്ടുന്നില്ല. കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു ഇതിലേക്ക് എത്തുന്നില്ല. അതിനെപ്പറ്റി ഒന്ന് അറിയണമെന്നുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പം രാഹുദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ്. ഈ ഒരു കാലഘട്ടം, അതായത് 9ൽ നിൽക്കുന്ന ഈ വ്യാഴത്തിൻ്റെ അപഹാര സമയത്ത് നിങ്ങൾക്ക് പല ഗുണങ്ങളും വന്നു ചേരുമെന്നാണ് കാണുന്നത്. 2 വർഷത്തോളം ഉണ്ടത്. 9ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ട ഭാവമാണ്. വ്യാഴത്തിന് ബലവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ അപഹാരഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ
പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിക്കും. എങ്ങനെയാണ് ഏത് രൂപത്തിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ. ഒന്ന് അല്ലെങ്കിലും തന്നെയും നിങ്ങൾ ധനലാഭയോഗം എന്നുള്ള യോഗമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പണത്തിനൊന്നും അങ്ങനെ മുട്ടിപ്പോകുന്നില്ല. താൽക്കാലിക ജോലിയോ എന്ത് ജോലി ആയാലും പൈസക്കൊന്നും വിഷമമൊന്നുമില്ല. അത് തന്നെയല്ലേ പ്രധാനം. അതല്ലേ പറഞ്ഞ അത് നിങ്ങളുടെ ഈ ധനലാഭയോഗം കൊണ്ടാണത്. ധനലാഭയോഗമുള്ളവന് ആവശ്യത്തിന് പണം എവിടുന്നാ വരിക എന്നുള്ള അവന് അറിയില്ലെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പണത്തിന് മുട്ടില്ല. അത് നിങ്ങൾ ചെറിയ കാര്യമാണോ? ഈ മനുഷ്യന്മാർ മുഴുവൻ അതിനു വേണ്ടി തീർച്ചയായിട്ടും അപ്പോൾ അത് ഞാൻ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഉണ്ടാവാം. അത് പണിയെടുക്കാത്തവന് നേട്ടം കിട്ടും. അതില്ലാത്തവന് കിടന്നുറങ്ങിയാൽ പിന്നെ ശരിയാവുമോ? അത് പിന്നെ നിങ്ങൾ നിശ്ചയമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നതുകൊണ്ടല്ലേ നിങ്ങൾ ഉയർന്നു വരുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉള്ളവനാണ്. ചില ആൾക്കാർക്ക് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ഫലം കിട്ടാതെ ആളില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരിങ്ങനെ പിന്നെ എന്താ പറയുക, അവർക്ക് ഈ നമ്മളെ നാടൻ ഭാഷയിൽ ചപ്പടിച്ചു കൂട്ടാൻ മാത്രം യോഗം, തീക്കായ യോഗമില്ല. അതാണ്. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ചപ്പടിച്ചു കൂട്ടും, തീ കായുമ്പോഴേക്കും ആരെങ്കിലും വന്ന് ഇരിക്കും അവിടെ, ഇയാൾക്ക് യോഗം ഉണ്ടാവില്ല. അത് പണ്ടത്തെ വർത്തമാനമാണ്. അതേപോലെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ ചപ്പടിച്ചു കൂട്ടുന്നുമുണ്ട്, തീ കായുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്, ധനലാഭയോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനിയും നിങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ട് നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. വേറെ ഒരു താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയും ഞാൻ കാണുന്നില്ല. ഓക്കെ, നന്നായി വരട്ടെ. ദേവി രക്ഷിക്കട്ടെ. ഓക്കെ സാർ, ഒരുപാട് നന്ദി. ഈ ഞായറാഴ്ച ദിവസം നല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അധികവും ഈ ഒരു പരിപാടി കാണലുണ്ട്. ശരി, തുടർച്ചയായി യാദൃശ്ചികമായിട്ട് ഒന്ന് വിളിച്ചതാണ് ഇപ്പോ. ഒരുപാട് നന്ദി. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ ഇത് നമ്മളെ വർത്തമാനങ്ങൾ നമ്മൾ ഉള്ളതുപോലെ പറയുന്നത് കേൾക്കുന്നവൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആത്മവിശ്വാസം അവർക്ക് വർദ്ധിപ്പിക്കുന്നു. എൻ്റെ വർത്തമാനങ്ങൾ ആ മനുഷ്യൻ്റെ, ആ ചെറുപ്പക്കാരന് ഭാവി കുറേയും കൂടി ശുഭപ്രതീക്ഷയോടുകൂടി ഭാവിയെ നോക്കിക്കാണുന്ന പ്രായമാണ് 40 കഴിഞ്ഞാൽ. കാരണം പിന്നെ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണ്. 60 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം ഒരു വ്യക്തിയുടെ ജീവിത വിധി നിർണ്ണയിക്കുന്നത്. ഈ കാലഘട്ടത്തിന് വലിയ പ്രത്യേകതയുണ്ട്. മാത്രമല്ല ആ സമയത്ത് ധനപരമായിട്ടൊക്കെ താണുപോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലേക്ക് ആ വ്യക്തി അകപ്പെടും. അതിൻ്റെ കാരണം ആ സമയത്താണ് ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ വരുന്നത്. മക്കളെ പഠിപ്പിക്കണം, വീടെടുക്കണം, പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിക്കണം, അങ്ങനെ ഒരുപാട്. മക്കളെ ഇപ്പം എന്ത് തിരിച്ചു കിട്ടുമെന്നുള്ളതൊന്നും നോക്കിയിട്ടൊന്നും വലിയ ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. ഡ്യൂട്ടി അവരവരുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ. അപ്പോൾ ആ ഡ്യൂട്ടി ഓരോരുത്തരും ചെയ്യണമെങ്കിൽ അവന് പണമില്ലേ എങ്ങനെ ചെയ്യാൻ പറ്റും? ചില മക്കൾ തിരിച്ച് നന്ദിയൊക്കെ കാണിക്കും, ചില മക്കൾ അത് അച്ഛൻ്റെ കടമയല്ലേ എന്നുള്ള രൂപത്തിൽ അങ്ങനെയും ഉണ്ടാവും. ഇതൊക്കെ ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ചിലർക്ക് പിന്നെ എന്താ പറയുക, മക്കളെ കൊണ്ട് അളവറ്റ സൗഭാഗ്യങ്ങൾ. ഞാൻ പണ്ടൊരു മനുഷ്യനോട് ഒരു കഥ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. അതായത് അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ കൊണ്ട് വലിയ നേട്ടങ്ങളും ഗുണങ്ങളും വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അയാൾ എന്നെ നോക്കിയൊരു ചിരി, എന്നിട്ട് പറഞ്ഞു, ഇത് സാറ് പറഞ്ഞത് തെറ്റിപ്പോവും കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എന്താണ് സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിലാൽ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തെറ്റുമോ? അല്ല, എനിക്ക് 3 പെൺകുട്ടികളാണ്, പിന്നെ ഞാൻ എവിടുന്ന് എനിക്ക് മക്കളെ കൊണ്ട് എന്ത് കിട്ടാനാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അയാൾ പോയി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞു അയാളെ മോക്ക് ബാംഗ്ലൂർ ഭയങ്കരപ്പെട്ട പണി കിട്ടി.
ഏതോ വലിയൊരു കമ്പനിയുടെ, അതിൻ്റെ പേര് പറയുമ്പോൾ നാവ് ഉളുക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അവിടെ വലിയ ശമ്പളത്തിന് അവളെ മഹാഭാഗ്യത്തിന് കയറി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ അച്ഛൻ 9 ലക്ഷം ഉറുപ്പികയുടെ കാറ് മുറ്റത്ത് കൊണ്ട് വെച്ച് കീ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അയാളത് എന്നോട് വന്ന് പറയുമ്പോൾ അയാൾ കരച്ചിലടക്കാൻ കഴിയുന്നില്ല അയാൾക്ക്. അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു സ്കൂട്ടിയിൽ മാത്രം, സ്കൂട്ടറിൽ, പണ്ടത്തെ സ്കൂട്ടർ ഇപ്പോൾ സ്കൂട്ടി, ആ സ്കൂട്ടറിൽ മാത്രമേ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെയെല്ലാം പഠിപ്പിച്ചത്. പക്ഷേ ഈ മോക്ക് പണം വന്നപ്പോൾ മോള് ആദ്യം ചെയ്ത പണി ഇതാണ്. ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, ഇപ്പം ആണ് പെണ്ണെന്നൊന്നുമില്ല. അയാൾ എന്നോട് പറയും, ഇതെങ്ങനെ പറഞ്ഞു എന്നെക്കൊണ്ട്, ഇതെൻ്റെ ജാതകം നോക്കിയിട്ട് എങ്ങനെയാണിത് പറയാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളെ കൊണ്ട് അനുഭവമുണ്ട്, അതാണ് പെണ്ണ് എന്നുള്ളത്. അത് പണ്ടത്തെ കാലത്തല്ലേ. പണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പെൺകുട്ടി ജനിച്ചാൽ അങ്ങനെ ഒരു വർത്തമാനമുണ്ട്, ആരാൻ്റെ ആണെന്ന്. അത് ആരാൻ്റെ അങ്ങനെയാണ്. അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ വലിയ തമാശയുണ്ടായിരുന്നു. ഒരു ബാർബർ ഷാപ്പിൽ ഒരാൾ മുടി മുറിക്കാൻ പോയി. അപ്പോൾ അയാൾ വലിയ ഭീമാകാരനായൊരു മനുഷ്യനാണ്. അയാളോട് ഈ ബാർബർ മുടി മുറിക്കുമ്പോൾ പറഞ്ഞു, ചേട്ടന് രണ്ടാമതും കുട്ടി ജനിച്ചല്ലേ, അതും ആരാൻ്റെ ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഇയാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, ഇയാൾ കോട്ടയംകാരനായി, അയാൾക്ക് ആ ഭാഷ മനസ്സിലായില്ല. എന്നാടാ കഴിവേറി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിയാണ്. ബാർബർ ഇറങ്ങി ഓടി. ഈ ആനയെപ്പോലത്തെ ഈ മനുഷ്യൻ പുറകെ തന്നെ. അങ്ങനെ ഒരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ. അദ്ദേഹം ഈ ഓട്ടം കണ്ടിട്ട് നടുക്ക് നിന്ന് ഇയാളെ പിടിച്ചു നിർത്തി. ഇയാളെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇവൻ എന്നോട് അത്തരം വർത്തമാനം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പോസ്റ്റ്മാൻ പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെയാണ് ഇവിടെ ഈ നാട്ടിൽ മലബാറിൽ പെൺകുട്ടികൾ ജനിച്ചാൽ അത് ആരാനെ കെട്ടിച്ചു കൊടുക്കാനുള്ളതാണെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. മറ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ നെഗറ്റീവ് അർത്ഥങ്ങളൊന്നും അതിനില്ല എന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ചു. നടന്ന സംഭവമായത്. ഇയാൾ കോട്ടയംകാരനാണ്, മാത്രമല്ല ഇയാൾ ബോംബെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇയാൾക്ക് നമ്മുടെ മലബാറിലുള്ള നാടൻ ഭാഷയൊന്നും അറിയില്ല. ഇയാൾ വന്നിട്ട് നമ്മളെ മലബാറിൽ ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ഇയാളോടാണ് ഇത് പറഞ്ഞത്. അങ്ങനെ അതുപോലെ പെൺകുട്ടികളായാൽ അത് ഗുണമില്ല എന്ന് പറയുന്നതല്ല പണ്ടത്തെ കഥയാണ്. ഇപ്പോൾ 9 ലക്ഷത്തിൻ്റെ വേണമെങ്കിൽ ബെൻസും മേടിച്ച് കൊടുക്കും പെൺകുട്ടികൾ. അതിൻ്റെ പെൺകുട്ടികളാണ് ഇപ്പോഴത്തെ കാലത്ത് പുതിയ പെൺകുട്ടി, ന്യൂജൻ പെണ്ണിനെ കൊണ്ടാണ് ഞാൻ പറയുന്നത്. ന്യൂജൻ പെൺകുട്ടികൾക്കെല്ലാം നമോവാകും. അപ്പോൾ ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ സാർ. കണ്ണൂർ. പറയൂ. 7863. 7863. ഓക്കെ. രാത്രി 7:30. രാത്രി 7:30. 7:30. നക്ഷത്രം ചതയം. അതെ അതെ. എന്താണ് അറിയേണ്ട വിഷയം, പറയൂ. എന്നപ്പോ നമ്മളെ ഭാവി കാര്യം തന്നെ. എന്ന് 61 വയസ്സായിട്ടൊന്ന് ഭാവി. അതന്നെയാണ്. 61 വയസ്സായി വന്നിട്ട് കാര്യമില്ല. എന്താണ് പ്രശ്നം? ജീവിത പ്രശ്നങ്ങൾ, പ്രാരബ്ധങ്ങൾ തന്നെ പ്രശ്നങ്ങൾ. നിങ്ങളുടെ ഒരു വിധി തന്നെയാണ്. ആ പ്രാരാബ്ധത്തിൻ്റെ അകത്തുനിന്ന് വലിയ ശുക്രദശ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും പ്രായം മാറുകയല്ലേ. 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഒരു നല്ലത് വരേണ്ടതാണ്. അങ്ങനെ വന്നെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദത്തിനുള്ള നല്ല ബാസുണ്ട്. ശബ്ദം പിന്നെ ചത്തു കഴിഞ്ഞാൽ അത് അയാളുടെ ജനറൽ ആയിട്ട് അയാൾ ആരോഗ്യം പോയെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ശബ്ദം വളരെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഹെൽത്ത് സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു കാലഘട്ടം വരാനുണ്ട്. ഏരശനി തീരും. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തീരെ കാര്യങ്ങൾ വളരെ അവതാളത്തിലായിരുന്നു. ആ അവതാളത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാറ്റം വരാൻ തുടങ്ങും.
അതിനെത്രയാണ് കാലം പറഞ്ഞ? എന്തായാലും 2 കൊല്ലം കാക്കണം. നല്ല ഉയർച്ചക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇനി മുതൽ വരും. പക്ഷെ അത് പിന്നെ പൂർണ്ണമതയിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു അവസ്ഥ അത് പ്രധാനമാണല്ലോ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ 2 കൊല്ലം കഴിയും. അല്ല, ഇപ്പം പണിയൊക്കെ എടുക്കുന്നില്ലേ? വരുമാനമെല്ലാം ഇല്ലേ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അതിനെന്താ പറയുന്നത്? അല്ല, തീരെ അബദ്ധമാണോ? തീരെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടിയല്ലോ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ മോശമാണെന്ന് ഞാൻ കണ്ടു. പക്ഷെ അത് ഇത്രമാത്രം ദയനീയ അവസ്ഥയാണോ? 5 വർഷമായിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് കുറച്ച് കടുപ്പമായിപ്പോയല്ലോ. അല്ല, അത് കേതുദശയും ഏറെ ശനിയും രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾ ഈ എന്തോ ഒരു പ്രത്യേകത നിങ്ങളുടെ ഇതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ മുട്ടിപ്പോവില്ല എന്നുള്ളൊരു പ്രത്യേകത കാണുന്നുണ്ട്. നിങ്ങൾ ഈ 5 കൊല്ലം പണിയെടുത്തില്ലെങ്കിലും നിങ്ങളെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് മായ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കേസ് നടക്കുന്നുണ്ട്, അതിന്റെ ഒരു കാര്യം എന്താണെന്നല്ലോ ഞാൻ കൂടി അറിയണം. അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ എന്തോ നിങ്ങൾക്ക് എന്തോ ഒരു ഇതുണ്ട്, എന്തോന്നൊരു നിങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് ദയനീയമായൊരവസ്ഥയൊന്നുമല്ല. ദയനീയമായ അവസ്ഥയുള്ളവർ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുക. അല്ല, അന്നത്തിന് മുട്ടൊന്നുമില്ലപ്പാ, സംഭവം ഇല്ല, അന്നത്തിന് മാത്രമല്ല, അങ്ങനെ ഒന്നിനും നിങ്ങൾക്ക് മുട്ടൊന്നുമില്ല. അത് നിങ്ങളുടെ ശബ്ദത്തിൽ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ഒരു മനുഷ്യൻ അവനെല്ലാം തളർന്ന് പോയി കഴിഞ്ഞാൽ ആ തളർന്നവൻ്റെ വർത്താനമില്ലേ? അവൻ്റെ തളർന്നവന് പിന്നെ ചിരിയൊന്നുമില്ലല്ലോ. ഇത് കുട്ടി അത് സമ്മിശ്രമാണ്. അതിലെല്ലാം അടങ്ങി. ഗുണവും വളരെ മോശം സമയം കാണുന്നു. അതെ, ഗുണവും ദോഷവും സമ്മിശ്രം എന്ന് പറഞ്ഞാൽ അതാണ്. അതെ, പിന്നെ അവരെ വെച്ചിട്ട് വിളിച്ചിട്ട് തന്നെ പിന്നീട് വിളിച്ചു നോക്കും, അന്നേരം നോക്കി പറഞ്ഞു തരാം. ആയിക്കോട്ടെ. ഓക്കെ. പ്രതിവിധി ഉണ്ടോ നമ്മളെ സമയം നന്നാവാൻ വേണ്ടിട്ട്? അല്ല, അത് പ്രതിവിധി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് ബന്ധപ്പെടണം. ഞാൻ അതിന്റെ ആളാണല്ലോ. അതിപ്പം ഞാനാരും നിർബന്ധിക്കാറില്ല. ആർക്കാ വേണ്ടവന് അവൻ വന്നാൽ മതി. അല്ലല്ല, എൻ്റെ കാലം കഴിഞ്ഞു. ഇനി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കളിക്കേണ്ടതെല്ലാം എൻ്റെ കളിയൊക്കെ കഴിച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ പിന്നെ നാളത്തെ പിന്നെ എനിക്കെന്തോ അല്ല, അതെ, അതുകൊണ്ട് കണ്ണ് വെക്കല്ലേ. ശരി, ദേവി രക്ഷിക്കട്ടെ. അത് ദേവി രക്ഷിക്കട്ടെ. ഓക്കെ. നല്ല വർത്തമാനത്തിന് നന്ദി. ഓക്കെ. ശരി. അപ്പോൾ വല്ലപ്പോഴും ഇങ്ങോട്ട് നല്ല കിട്ടുന്നത് നല്ലതാണല്ലോ. നമ്മൾ കിളവനായില്ല എന്ന് ഒരാൾ പറയുന്നത് വലിയ സന്തോഷം തന്നെ ആയിരിക്കുമല്ലോ. കാരണം എന്താ പറഞ്ഞാൽ മനുഷ്യരെ ആർക്കാണ് പിന്നെ ഹനുമാന് പോലും പിന്നെ എൻകറേജ്മെൻറ്റ് വേണമെന്നാണ്. അപ്പം ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. ആ മനുഷ്യൻ്റെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം എന്നെ എൻകറേജ് ചെയ്തു. അതാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല ആ സ്വഭാവം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവരും താഴ്ത്താനാണ് ശ്രമിക്കുക. അത് ഹനുമാർ കഥ എന്താണെന്ന് പറഞ്ഞാൽ ഹനുമാർക്ക് ചാടാനാവുന്നില്ല ലങ്കയിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ വാരം ചുരുട്ടി പിടിച്ച് ഞാൻ എങ്ങനെ ഇത്രയും വലിയ അതിനെ ഒരുപാട് ദൂരം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് ലങ്കയിലേക്ക് 44 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ രാമായണത്തിലൊക്കെ അത് കുറേ കൂടി എന്താ അങ്ങനെ പറയുമല്ലോ. അത് കഥയിൽ അങ്ങനെ പലതും കൂട്ടിച്ചേർക്കൊക്കെ ചെയ്യുമല്ലോ. അത് സിനിമയായാലും ഒക്കെ അങ്ങനെ തന്നെ.
അപ്പോൾ ഈ ഹനുമാർ 44 കിലോമീറ്റർ ചാടിയതാണോ അതൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ആ രാമായണത്തിൽ ആ സന്ദർഭം വായിക്കുമ്പോൾ ചിരിക്കണോ ചിരിച്ച് ഇതാകോ? കാരണം ഓരോ ആളും വന്നിട്ട് ഇങ്ങനെ വായിലൂടെ കയറി വിരൽ രൂപത്തിലായി പുറത്തേക്ക് പോയി എന്നൊക്കെ പറയുന്ന കഥകളല്ലേ. ആധ്യാത്മരാമായണത്തിൽ പോലും തുഞ്ചത്താചാര്യൻ പറഞ്ഞ അതൊക്കെ കെട്ടുകഥകളാവും. അതൊന്നും നമ്മൾ അതിനെപ്പറ്റിയൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും അവിടെ എന്തൊക്കെയോ ഇങ്ങനെ അതിൻ്റെ അടയാളങ്ങളുണ്ട്. ഞാൻ രാമേശ്വരത്ത് 2 തവണ പോയതാണ്. അപ്പോൾ പല അനുഭവങ്ങളും അവിടെ ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. വിശദീകരിക്കാൻ കഴിയാത്ത പലതും നമുക്ക് രാമേശ്വരത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹനുമാർ അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹനുമാർ ചാടി എന്നാണല്ലോ. ആ ചാട്ടം എനിക്ക് ചാടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആഞ്ജനേയനോട് ജാമ്പവാമ്പെന്ന് പറഞ്ഞു, നീ ആരുടെ മോനാണ്? സൂര്യൻ്റെ മോനാണ്. അപ്പോൾ അതുകൊണ്ട് നീ പണ്ട് സൂര്യനെക്ക് കുട്ടിയായിരിക്കുന്ന സമയത്ത് സൂര്യനെ പിടിക്കാൻ വേണ്ടി മേലേക്ക് ചാടിയ ആളാണ് നീ. അത്രമാത്രം കഴിവുള്ളവനാണ് നീ. അതൊക്കെ മറന്നുപോയതാണ്. നിനക്കിതൊക്കെ നിസ്സാരം. പണ്ട് ഒരു വർത്തമാനമില്ല, നിസ്സാരം, ഇതൊക്കെ നിസ്സാരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ വാലൊക്കെ ചുരുട്ടി 2 അലറി ഒരൊറ്റ ചാട്ടമാണ്. അത് പോയി വീണത് ലങ്കയിലാണെന്നാണ്. അതാണ് അപ്പോൾ ഈ കഥയിൻ്റെ സാരാംശം എന്താണെന്ന് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഥയിൽ പിന്നെ എൻ്റെ ഇതാണ് നമ്മൾ എടുക്കേണ്ട കാര്യം എന്താണ്? അത് നടന്നതാണോ നടന്നതല്ലയോ? അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പം പിന്നെ മഹാഭാരതത്തിലാവട്ടെ രാമായണത്തിലാവട്ടെ ഇങ്ങനെ ഇതൊക്കെ നടന്നതാണെന്ന് ഭക്തന്മാർ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ഭക്തി മാർഗത്തിൽ അതിനെ ഭയങ്കരമായി കാണുന്നവരുണ്ട്. ഇതൊക്കെ വെറും എഴുത്തുകാരൻ്റെ ഭാവനയാണെന്ന് കാണുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം. അതിന് ആരെയും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം യുക്തിക്ക് നിരക്കാത്ത പലതും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ആ പ്രശ്നം. ഒരു തരത്തിലുള്ള യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഇത്തരം ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവരെയും നമുക്ക് പിന്നെ തർക്കിക്കാനൊന്നും സാധിക്കില്ല. ആരെങ്കിലും എന്നോടൊക്കെ ചോദ്യം ചെയ്യാൻ വന്നാൽ ഞാനൊന്നും അതിനെ എതിർത്ത് പറയാറില്ല. ഞാൻ ഇതിൻ്റെ ഈ പറഞ്ഞ കഥയിൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻകറേജ്മെൻറ്റ് എല്ലാവർക്കും ആവശ്യമാണ്. ഡിസ്കറേജ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ സമൂഹത്തിൽ. ചിലരെ അത് ബാധിക്കും, ചിലരെ ബാധിക്കില്ല. അത് വേറെ കാര്യം. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത് മാഡം? പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. 29/6/69. 29/6/69. ഓക്കെ. രാത്രി 11:30. രാത്രി 11:30. ആരുടേതാണ്? എൻ്റെ തന്നെ. മൂലം നക്ഷത്രം. ആ, ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താണ് അറിയേണ്ട വിഷയം? പിന്നെ അത് ഇപ്പോഴത്തെ സമയം അറിയാനാണ്. അല്ല, ഈ ജാതകത്തിലെ ഏറ്റവും നല്ല ഫലം ഒരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. അത് കിട്ടിയില്ല എന്ന് കാണുമ്പം പിന്നെ അത് ഒരു കാലത്തും ചെയ്തില്ല. ഇല്ല ഇല്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. ശരി, ഇപ്പം എന്താണ് വേറെന്താണ് ഇപ്പം നിങ്ങൾക്ക് അറിയേണ്ട വിഷയം? എന്താണ് നല്ല സമയം? നല്ല സമയം ഇപ്പം ശുക്രൻ്റെ അപഹാരമാണ് രാഹുദശയിൽ. കുറച്ചൊരു നല്ല അനുകൂലമുള്ള സമയം തന്നെയാണ്. യോഗകാരകനാണ് ശുക്രൻ. ആ ശുക്രൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും പിന്നെ സന്താനങ്ങളില്ലേ, അവരെ കൊണ്ടുള്ള നേട്ടം നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പിന്നെ വേറെ പ്രയാസമൊന്നും അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. വ്യാഴം ദശ വന്നാലോ?
അല്ല വ്യാഴദശയെല്ലാം വയസ്സാം കാലത്തല്ല, അത് വലിയ അതിന് വലിയ അത് 30 അപ്പോഴേക്കും നിങ്ങൾ ഇപ്പം തന്നെ തൈക്കളവിയല്ലേ, ഇനിയും അന്നേരം നല്ലോണം അല്ല ഫുൾ കളവിയല്ല, തൈക്കളവി. അതായത് ഞാനും അതെ തൈക്കളവൻ. ഈ തൈക്കളവി എന്ന് പറയുന്നത് ആ ഒരു പീരീഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളെ ചിരി കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ചന്ദ്രന് വില ഉള്ളതുകൊണ്ട് നിങ്ങൾ കളവിയുടെ ലുക്കൊന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിരിക്കുന്നത്. ആകട്ടെ, നിങ്ങളെ മക്കളും മോളും ആടുന്ന് ചിരിക്കുന്നുണ്ടല്ലോ. അമ്മക്കിട്ട് കൊടുത്തല്ലോ, ഇന്ദുലാൽ നാരായണൻ പണി കൊടുത്തല്ലോ എന്നുള്ള അമ്മക്ക് കിട്ടിയില്ലേ പണിയെന്ന് ചോദിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ചന്ദ്രൻ പൂർണ്ണ ഭാവിനാണ്, അതായത് പൗർണമിക്കാണ് നിങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് വാർദ്ധക്യം കുറച്ച് നീട്ടി കിട്ടും. പക്ഷെ എങ്കിലും വ്യാഴം അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ആ വ്യാഴം അഷ്ടമത്തിലാണ്. നിങ്ങൾക്ക് ഒരു ആയുസ് നല്ലോണം ഉണ്ടാവും എന്നല്ലാതെ അതിൽ ദശ കൊണ്ട് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. വ്യാഴം അങ്ങനെ പിന്നെ ആ വ്യാഴത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ ഗണിക്കാൻ പറ്റാതെ ആയുസ് ഉണ്ടാവുന്നതാണ്. പിന്നെ കിടന്ന് മരിക്കേണ്ട ഗതികേടും വരില്ല. ചില ആൾക്കാരില്ലേ, ഒരു എന്താണ് പറയുക, ഞാൻ ഒരു 2 ദിവസം മുമ്പേ ഒരു പാപം ഒരു സ്ത്രീയെ പിന്നെ കിടപ്പിലായിട്ട് 2 കൊല്ലമായി ഞാൻ കാണാൻ പോയിരുന്നു. അപ്പോൾ അന്നേരം എന്താണ്, അവർ മൂക്കിലൂട്ടിയാണ് എല്ലാം ഈ ജ്യൂസ് പോലെ അടിച്ചിട്ടാണ് ഭക്ഷണം, അൽഷിമേഴ്സ് പിടിച്ചിട്ട് കംപ്ലീറ്റ് എല്ലാം ബോധം പോയിട്ട് തന്നെ 1 കൊല്ലമായി. അപ്പോൾ എന്താണ് ഈ അവസ്ഥ? ആ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം അയാളാണെങ്കിൽ ഈ ഭാര്യയുടെ അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അയാൾ അങ്ങനെ നോക്കുന്നു ആ ഭാര്യയെ. ശരിക്കും പറഞ്ഞാൽ അത്തരം ഭർത്താവിനെ കിട്ടാനൊക്കെ വലിയ പുണ്യം ചെയ്യണം ഒരു സ്ത്രീ. അപ്പോൾ അങ്ങനെ ഉള്ള ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ പിന്നെ കിടന്ന് മരിക്കില്ല എന്നാണ് അവരെ കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ നാവ് വരട്ടെ. പക്ഷെ വാദത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. വാദം അത് കിടപ്പിലാകുന്ന വാദമല്ല, ഈ സന്ധികൾക്കൊക്കെ വേദനയൊക്കെ വരുന്ന ഒരു ഇതാണ്. അത് അതെ, അതിന് നിങ്ങൾ ഈ പിന്നെ ആയുർവേദപരമായിട്ടുള്ള ഈ എണ്ണയൊക്കെ പുരട്ടി കുളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ചെരുപ്പില്ലാതെ വീട്ടിൻ്റെ അകത്ത് നടക്കരുത്. പിന്നെ അത് നിർബന്ധമായിട്ടും ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ ഈ തണുത്ത വസ്തുക്കൾ അത് ഒഴിവാക്കുക. അങ്ങനെയുള്ള വാദത്തിന് പിന്നെ വരാതിരിക്കാൻ, അത് മൂർച്ഛിക്കാതിരിക്കാൻ, വാദത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഭാവിയിൽ അനുഭവപ്പെടുക. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഇപ്പോഴേ വളരെയേറെ നല്ല നാടൻ വൈദ്യന്മാരെയൊക്കെ കണ്ടിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും. ഓക്കെ, എല്ലാം ദേവി രക്ഷിക്കട്ടെ, നന്നായി വരട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു പിന്നെ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനം ഞാൻ ഈ പറഞ്ഞതുപോലെ ദശ തന്നെയാണെങ്കിലും പിന്നെ ഈ ചാരവശാലുള്ള താൽക്കാലികമായ മാറ്റങ്ങൾ അത് ഒരു ജ്യോതിഷത്തിൽ അതിന് ചെറിയ പ്രാധാന്യമേ ഉള്ളൂ എങ്കിലും അത് നോക്കുന്നതും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതൊക്കെ നല്ലതാണ്. അതാണ് ഞാനിപ്പം ഈ 10ലെ വ്യാഴത്തിനെ കൊണ്ട് 10ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റ് വലിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിനെക്കുറിച്ച് ചാരവശാൽ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ആനുകൂല്യം ഉള്ള സ്ഥലത്താണോയെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ വലിയ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, 6, 8, 12, 3 ജന്മം ഈ സ്ഥലത്ത് നിൽക്കുന്നവർക്കാണ് വിപരീതമായ നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ പലതരത്തിലുള്ള എന്താ പറയുക ഇൻ്റർപ്രിട്ടേഷനും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകുന്ന ഇന്നലെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു, എന്താ അവളെ അതികണ്ഠ നിത്യയോഗം, അത് വളരെ മോശമായ ഫലങ്ങളാണ്, അതുകൊണ്ടാണോ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയത്.
ഈ ജ്യോതിഷത്തിലുള്ള നിത്യയോഗത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനിടെ വേറൊരാൾ പിന്നെ ഇതേപോലെ തന്നെ ചോദിച്ചിരുന്നു, സിദ്ധനിത്യയോഗം ജനിച്ചു കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് ഭയങ്കര ഗുണമാണ്, എന്നിട്ട് എനിക്ക് മക്കളെ കൊണ്ടൊക്കെ ഭയങ്കര കുഴപ്പമാണല്ലോ, എന്താണത്? അതൊക്കെ നിത്യയോഗത്തിനെ കുറിച്ചൊക്കെ എന്താണ്? ഇപ്പം ജ്യോതിഷത്തിൻ്റെ മാനസാഗരി തുടങ്ങുന്നത് തന്നെ എന്താണ്? ഉത്തരായണത്തിൽ ജനിച്ച പുരുഷന്മാരെല്ലാം ഉത്തമന്മാരും ദക്ഷിണായനത്തിൽ ജനിച്ചവർ മോശക്കാരുന്ന അവിടെ തന്നെ അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജനറലായിട്ട് അങ്ങ് പറയുന്നതാണ്. അതായത് ഉത്തരായണം എന്ന് പറയുന്നത് മകരം, കുംഭം, മീനം, മേടം, മേടവും മിഥുനം, അവിടുന്ന് മുതൽ ദക്ഷിണായനം ആരംഭിക്കുന്നു. അപ്പോൾ ഈ കർക്കിടകം മുതൽ 6 മാസം ദക്ഷിണായനം. അപ്പോൾ ദക്ഷിണായനത്തിൽ ജനിച്ചവരെല്ലാം മോശക്കാരെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അതിലൊന്നും യാതൊരു അങ്ങനെയുള്ള ഒരു സാഹിത്യമായിട്ട് കണക്കൂട്ടിയാൽ മതി. അത് വാരഫലത്തിൽ ശനിയാഴ്ച ജനിച്ചവനെല്ലാം മഹാപോക്ക്, വ്യാഴാഴ്ച ജനിച്ചവൻ ഉത്തമൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കണക്കിലെടുക്കാൻ പാടില്ല. ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആ വോളിയം കുറക്കൂ ടി വിയുടെ. ഹലോ, കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ, പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 2/7/2007. സമയം 11:40 രാവിലെ. ഉത്രാടം നക്ഷത്രം. അതെ അതെ. ആരാണ് നിങ്ങളുടെ? അല്ല, ഞാൻ തന്നെയാണ്. അമ്മമ്മ പറഞ്ഞിട്ട് വിളിച്ച. അമ്പട, അത് ഇത്ര ചെറിയ ചെക്കൻ ഇത്ര വലിയ ശബ്ദം വന്നത്? നീറ്റ വർത്തമാനം കേട്ട വലിയ ആള് ശബ്ദമാണല്ലോ. ആരാ? ഇപ്പൊ എത്രയോ ആൾക്കാർ കേൾക്കുന്നില്ലേ, അവര് മനസ്സിലാക്കുന്നില്ലേ? അപ്പൊ വിളിക്കുന്നുണ്ട്. അതെ, കിട്ടിയല്ലോ. അതല്ല മോനെ ഞാൻ പറയുന്നത്. നീയൊരു ബാലനാണല്ലോ. ഞാനൊരു ബാലരശക്തനെന്നാകിലും മാനിയാം എന്നുള്ള താതനെ ഓർക്ക നീ എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ട് നീ ഒരു ഉത്രാടം നക്ഷത്രം ആണ് പറയുന്നത്. ഉത്രാടത്തിൽ പുത്രനും പുഴക്കരയിൽ പുഞ്ചയും ഉത്തമം എന്നാണ്. അപ്പോൾ പുഴക്കരക്ക് കുറച്ച് പുഞ്ചക്കണ്ടം ഉണ്ടായാൽ അത് നല്ലതാണ്. ഉത്രാടത്തിൽ പുത്രൻ ജനിക്കുന്നത് നല്ലതാണ്. അച്ഛനോ അമ്മയോ കേൾക്കുന്നുണ്ടോ? ഇല്ല, അവരിപ്പോ ഇവിടെ ഇല്ല. ശരി. അപ്പൊ അമ്മമ്മയാണ് ഉള്ളത്. അപ്പൊ ആ വോളിയം കുറക്കൂ, ടി വിയുടെ വോളിയം കുറക്കൂ. ഞാൻ ഇപ്പുറത്തായിരുന്നിട്ടുള്ള. അപ്പൊ അത് പറയുന്നത് പിന്നെ ഉത്രാടംകാരെങ്ങനെ ആയാലും ജീവിതത്തിൽ രക്ഷപ്പെട്ടു വരുമെന്നുള്ളതാണ്. പിന്നെ വലിയ വലിയ ആൾക്കാരുടെ നക്ഷത്രമാണ്. യേശുദാസ്, ഇന്ദിരാഗാന്ധി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഉത്രാടം തിരുനാൾ മഹാരാജാവ്, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഉത്രാട നക്ഷത്രത്തിൽ വലിയ ഭയങ്കരമായി വളർന്നു വന്ന ആൾക്കാർ. അപ്പോൾ നീയും ഉത്രാടക്കാരെന്നുള്ള രൂപത്തിൽ ഇവിടെ ലഗ്നാധിപനായിട്ട് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഭദ്രയോഗത്തോട് നിൽക്കുന്ന ബുധൻ, അതേപോലെ സൂര്യനോട് യോഗം ചെയ്ത്, അതുകൊണ്ട് തന്നെ വലിയ ജോലി. നീ ഏത് കോഴ്സാണ്, ആ രൂപത്തിലുള്ള കോഴ്സാണോ ചെയ്യുന്നത്? ഇപ്പം ഒന്നും എടുത്തില്ല, +2 കഴിഞ്ഞിട്ട്. അതെ, ഏതാണ് പോവാൻ, ഏത് റൂട്ടിലാണ് പോകുന്നത്? തീരുമാനമായിട്ടില്ല. തീരുമാനം വേണമല്ലോ, തീരുമാനം നിർബന്ധമായിട്ടും വേണമല്ലോ. മെഡിക്കൽ ഇഷ്ടമുണ്ട്. അതന്നെ ഞാൻ ഇവിടെ കാണുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അച്ഛന്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. പൈസ അച്ഛൻ സമ്പന്നനാണെന്നല്ലേ കാണുന്നത്. അച്ഛൻ ദരിദ്രവാസിയാ? അല്ലല്ലോ. അല്ല, അങ്ങനല്ലേ, ഒരു ഇടത്തരം. ഇടത്തരൊന്നുമല്ല.
പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇടത്തരം പൈസയോ? ഇതൊന്നും ഇടത്തരം പൈസയൊന്നുമല്ല. അല്ല, ഫുള്ള് കടത്തിലല്ല. എന്ത് കടോ? ഏത് കടോ? അല്ല, ബിസിനസ് ആണ്. അപ്പൊ പിന്നെ ഫുള്ള് കൊടുക്കാനാണ്. അല്ല, അത് ബിസിനസ്സിൽ സാധാരണയല്ലേ. അത് ബിസിനസിന്റെ കടം, അത് ബിസിനസിന്റെ റൊട്ടേഷനിൽ അത് പണം ഇങ്ങനെ പിന്നെ അതിൽ കൊടുക്കാനുള്ളതിന് അവിടെ അട്ടിക്ക് വെച്ചിട്ടില്ലേ സാധനം. അത് നീ പറഞ്ഞ ശരിയാവില്ല. ഇപ്പം അത് ഏതൊരു വ്യക്തിക്കായാലും ഇപ്പം നമ്മൾ കുറേ തുണിക്കച്ചവടം മേടിക്കും. ഇപ്പം പിന്നെ കല്യാണം പിന്നെ സിൽക്സ് ആയിക്കോട്ടെ, അവർ കുറേ തുണി വാങ്ങുന്നു, അവർ കുറേ പേയ്മെൻറ്റ് ചെയ്യുന്നു. അത് എത്രയോ കോടിക്കണക്കിന് ഉറുപ്പിക ഇത് തുണി അവരെടുത്തുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് അവർ കൊടുക്കാനുണ്ടാവും. അതൊക്കെ സാധാരണയല്ലേ. അത് മില്ലുകാർ കൊണ്ട് ഇറക്കി കൊടുക്കുകയല്ലേ ചെയ്യുക. അതേപോലെ അതിൽ പിന്നെ അത് കടമായിട്ടൊന്നും കൂട്ടില്ല. അത് നിനക്കതിനെക്കുറിച്ച് അറിയാതെ കൊണ്ടാണ്. കച്ചവടത്തിൽ ഞാൻ കച്ചവടം കളിച്ച ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കച്ചവടത്തിലുള്ള കടമല്ല അത്. അത് കടമായിട്ട് കൂട്ടാം. വ്യക്തികൾക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. നിന്റെ അച്ഛനോട് ആരെങ്കിലും പണം തരാൻ വേണ്ടി നിന്റെ വീട്ടിൽ ഇന്ന് വരെ നിന്റെ ഓർമ്മയിൽ ഈ 18 കൊല്ലത്തിലുള്ള കയറി വന്നിട്ടുണ്ടോ? അതാണ് പ്രധാനം. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഈ 18 വയസ്സിലടക്ക് നിനക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അച്ഛൻ പണം തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇറയത്ത് വന്ന് ഇരുന്നിട്ടുണ്ടോ? അവിടെയാണ് അതാണ് ഞാൻ ഇന്ദിരാ നാരായണൻ പറഞ്ഞ തെറ്റില്ല മോനെ. അത് അങ്ങനെ കടം എത്രയോ കുട്ടികൾ വീട്ടിൽ കടക്കാർ കയറി വന്നിട്ട് എത്ര തല കുനിച്ച് നടക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? അച്ഛൻ കടം മേടിച്ചിട്ട് കൊടുക്കില്ല. അല്ലെ ചില ആൾ കൊടുക്കാതെ സ്വഭാവം ഉണ്ടാവും, ചിലർ പിന്നെ ഗതികേട് കൊണ്ട് കൊടുക്കാണ്ടാവുന്നതായിരിക്കും. എങ്ങനെ ആയാലും വീട്ടിൽ കടക്കാർ കയറി വരുമ്പോൾ അവരെ മുമ്പിൽ ഈ കുട്ടികളും ഭാര്യയും പോയി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു ദയനീയ അവസ്ഥയാണ്. അത് നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല, നിനക്ക് ഒരിക്കൽ അനുഭവിക്കാൻ യോഗവുമില്ല. കാരണം നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഏതായാലും നീ മെഡിസിന് തന്നെ പോവുക. അത്തരത്തിലുള്ള വലിയ ഉയർച്ച നിന്നെ കാത്തു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സമയത്തിൻ്റെ ഒന്നും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നടക്കുന്ന ചൊവ്വാദശയാണ്. ആ ചൊവ്വാദശയാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അതൊന്നും ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ചെറിയ പ്രായത്തിൽ അതൊന്നും നോക്കണ്ട. ഏതായാലും രാഹുദശ വളരെ 26-ന് ശേഷം കൂടുതൽ ഗുണമാണ്. അത് 8 മാസം കഴിഞ്ഞാൽ കൂടുതൽ ഗുണമായ ദശയാണ് വരാനുള്ളത്. കുംഭത്തിലെ രാഹു, അതായത് അങ്ങനെ ഒരു വാക്കുണ്ട്, കുംഭത്തിന് കുടം എന്നൊരു പിന്നെ ഇതുണ്ട്, ഘടം കുടം എന്നൊക്കെ പറയും. അപ്പോൾ കുടത്തിലെ പാമ്പ് കടിക്കില്ലെന്നാണ്. അതുകൊണ്ട് അങ്ങനെ അതായത് കുംഭൻ രാശിയിലാണ് സർപ്പം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ആ സർപ്പദശയിൽ നിനക്ക് വലിയ ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. അത് നീ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിനുള്ള പരിപാടി ചെയ്തുകൊള്ളും. ആ, അത് യാതൊരു സംശയവും വിചാരിക്കണ്ട. അച്ഛനോട് പറയൂ, ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയൂ. എൻ്റെ വാക്കിന് പൊതുവെ സമൂഹം വില കൊടുക്കാറുണ്ട്, ജ്യോതിഷപരമായ വാക്കുകൾക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ യൂട്യൂബിലൊന്നും അച്ഛനെ കാണിച്ചു കൊടുക്കും. അത് ഇതിപ്പം നാളെ യൂട്യൂബ് കയറ്റുമോ, ഇന്നോ നാളെയോ കയറ്റുമോ. അപ്പോൾ അതൊന്ന് അതൊന്ന് എന്താണ് നിന്നെ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അച്ഛനൊന്ന് കാണിച്ചു കൊടുക്കും. അത് പ്രകാരം നീ നീങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത്. ബാക്കിയെല്ലാം നിൻ്റെയും അച്ഛൻ്റെയും തീരുമാനം. ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ, നന്നായി വരും. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യാഴത്തിൻ്റെ പൊസിഷൻ കൊണ്ട് പിന്നെ ഈ കന്നിക്കൂറുകാർക്ക് അങ്ങനെ വലിയ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ തുലാം രാശിക്കാരെ കൊണ്ടാണ്. തുലാം രാശിക്കാർക്കും പറഞ്ഞതുപോലെ 9-ലേക്കാണ് വ്യാഴം മാറി സഞ്ചരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ എന്താണ്, ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണിത്. ഈശ്വരാനുഗ്രഹത്താൽ എന്ത് കാര്യവും നടക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ്, ദൈവാധീനം ജഗത് സർവം. ആ ദൈവാധീനം ഇല്ലാത്ത മനുഷ്യൻ അവരാണ് നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ തലനാരിഴക്കൊക്കെ രക്ഷപ്പെടുന്നതായിട്ടൊന്നും കാണുന്നില്ലേ? അതാണ് ഈ ഒരു അദൃശ്യ ശക്തിയുടെ
എങ്ങനെയാണ് അതിന് ഭാഗ്യമെന്നും പറയുന്നവരുണ്ട്. പിന്നെ എന്താണ്, സുഖപ്പെടുത്താൻ വേണ്ടി രോഗം വരുത്തുന്നവനാണോ ദൈവം എന്നെല്ലാം ചോദിക്കുന്നവരുണ്ടല്ലോ. അതിനോടൊന്നും ഉത്തരം പറയാൻ കഴിയില്ല. ഇപ്പോൾ അതായത് നമുക്കൊരു രോഗം വരുന്നു എന്നിട്ട് ദൈവം രക്ഷപ്പെട്ട ഉടനെ ദൈവം രക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെ എന്നാൽ പിന്നെ ദൈവത്തിന് രോഗം വരുത്താതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും മറുപടിയില്ല. ഈ ചില ആളുകളുടെ, ഇപ്പം ഞാൻ തന്നെ വാഹനം കൊണ്ട് പല സമയത്തും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഇപ്പം ഹെവി ആക്സിഡൻറ്റ് നടന്ന എൻ്റെ 27-ാം വയസ്സിൽ പോലും എൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവമാണത്. പിന്നെ ആക്സിഡൻ്റായിട്ട് ഞാൻ 7 ദിവസം ഫാന് കറങ്ങുന്നത് നോക്കി കിടന്നു. ഞാൻ മരിച്ചില്ല. അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായി മാറിയത്. സ്വന്തമായിട്ട് അനുഭവത്തിലൂടെ മാത്രമേ ഒരുത്തൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസം ഉറക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചത്തില്ല എന്നുള്ള ചോദ്യം എനിക്ക് അന്ന് മുതലാണ് തുടങ്ങിയത്. സാധാരണഗതിയിൽ ചത്തുപോകേണ്ട ആക്സിഡൻ്റാണ്. എന്തുകൊണ്ട് ചത്തില്ല? സത്ത് പോകുന്നതിനാണ് സത്ത്. അതാണ് ഈ ചത്ത് എന്ന് പറയുന്നത്. അത് തെറ്റൊന്നുമല്ല, അങ്ങനെ അത് നാടൻ ഭാഷയാണ്. ചത്തുപോയി, അന്തരിച്ചു, കാലം ചെയ്തു, ചെരിഞ്ഞു, അങ്ങനെ പലതുമുണ്ട്. മരിച്ചുപോയി, അങ്ങനെ ഒരുപാടുണ്ട്. തീപ്പെട്ടു, രാജാവാണെങ്കിൽ തീപ്പെട്ടു, തീയിൽ എടുത്ത് ചുട്ടു എന്ന അർത്ഥം. വേറെ അർത്ഥമൊന്നുമില്ല അതിന്. തീപ്പെട്ടു എന്ന് പറഞ്ഞാൽ തീയിലേക്ക് എടുത്ത് കിടത്തി അടുപ്പത്ത് വെക്കുമല്ലോ, അതാണല്ലോ ഇത് ആചാരം. അപ്പോൾ ആ അടുപ്പത്ത് കത്തിച്ച് കളയും. അപ്പോൾ അത് സത്തുപോയി. അപ്പോൾ അതാണ് ചത്തുപോയി. അപ്പം ഞാൻ അന്ന് ചത്തില്ല. ആ ചാകാത്തത് എങ്ങനെ, എന്തുകൊണ്ട്? അതൊരു വലിയ ചോദ്യമായി വന്നതാണ് ഇത്ര വലിയ ഉള്ളിൽ ഭക്തി വരാൻ കാരണം. അപ്പം നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് മറ്റൊരു ശക്തിയാണ്. അവിടെ വെറും കാഴ്ചക്കാർ മാത്രമാണ്. അത് എല്ലാവർക്കും ആ ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ വരാൻ ഇത്തിരി പാടാണ്. അതൊരു സത്യമാണ്. അത് അനുഭവത്തിലൂടെ വന്നവന് അത് ഉറക്കും, കോൺക്രീറ്റ് ആവും. അവനെ പിന്നെ ഭക്തിമാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ശരിക്കും അങ്ങനെ ഭക്തി ഉറക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഭക്തി ചഞ്ചലിപ്പുള്ള ഭക്തിയാണ്. അവർ ക്ഷേത്രത്തിൽ പോകുന്നവർക്കൊരു പേരിന് മാത്രമായിരിക്കും. അത്തരം ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർക്കത് വെറുതെ ആളെ കാണിക്കാനുള്ളൊരു ഭക്തി. ഞാൻ വലിയ ഭക്തനാണ് എന്ന് 10 ആൾ പറയുന്നതിലൊക്കെ അഭിമാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലായിക്കോട്ടെ മറ്റേതായിക്കോട്ടെ ഈ വേഷം കെട്ടിയ ഭക്തിക്ക് നിൽക്കാത്തത്. അത് വേഷം കെട്ടിലല്ല ഭക്തി ഇരിക്കുന്നത്. ഇപ്പോൾ ഏതോ ഒരു സ്വാമി കോണോ കൊടുത്തിട്ട് ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. എന്തിനാണ് ആ മനുഷ്യൻ അങ്ങനെ പറയിപ്പിക്കുന്നത് ഇന്ത്യയെ, ഭാരതത്തെ? എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് ഈ ലോകം മുഴുവൻ കാണുകയല്ലേ. അയാൾക്കൊരു ഷഡ്ഡി കൊടുത്താലെന്താ? അയാൾ നല്ല ചെരുപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. 2000 രൂപയുടെ ചെരുപ്പാണ് അയാൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ 5000, ചിലപ്പോൾ 5000. അതായത് നല്ല ചെരുപ്പാണ്. അയാൾ പിന്നെ എന്തിനാണ് ആ ചെരുപ്പ് ഉപയോഗിക്കുന്നത്? അയാൾ എന്തിനാണ് ഒരു കോട്ടൻ്റെ പിന്നെ കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് അയാളിങ്ങനെ? അത് ലോകം മുഴുവൻ കാണുകയല്ലേ. അപ്പോൾ ഭാരതത്തിലുള്ള ആളൊക്കെ പ്രാകൃതന്മാരാണെന്ന് കാണിക്കാനാണോ? ഹിമാലയത്തിലെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വന്ന് കുംഭമേള, അവരുടെ ആചാരം, അവരെന്തോ ആവട്ടെ, നാഗസന്യാസികളും അഘോരി സന്യാസികളും. ഇയാൾ ഇതിലൊന്നും പെട്ട ആളല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മളെ നാടിന് ഇത് അമേരിക്കയിലും ജപ്പാനിലും അങ്ങോട്ടൊക്കെ കാണുന്ന സ്ഥലത്ത് അവിടെയുള്ള ഒരുത്തനും ഇങ്ങനെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ കിലിപോള് അവരുടെ ഗോത്ര വേഷം ധരിച്ചിട്ടുണ്ട്. അതുപോലും എന്താണ് ആഫ്രിക്കക്കാരൻ്റെ അവരുടെ ഗോത്രവേഷമാണത്. അതുപോലും ഒരു കുഴപ്പമില്ല. ഇനി അത്തരം ഈ ഇതൊക്കെ കൊണ്ട് നാണം മറക്കുന്ന ചില ആളുകളുണ്ട്. അത് അവരല്ല,
മറ്റുള്ള ആരെങ്കിലും പോയിട്ട് ക്യാമറയായിട്ട് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അവിടെ ആഫ്രിക്കയിൽ ഇപ്പോഴും പുറംലോകം കാണാതെ ചില വിഭാഗക്കാരൊക്കെ ഉണ്ട്. നമ്മളെ ഈ കേരളത്തിലും അങ്ങനെ ഒരു 10 കൊല്ലം മുമ്പേ അങ്ങനെ ഒരു വിഭാഗത്തെ പിന്നെ പരിചയപ്പെടുത്തിയിരുന്നു പത്രക്കാരൊക്കെ പോയിട്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഇത്തരം ഭക്തി അതൊക്കെ ഇതായിട്ടുള്ളതായിട്ടാണ് എനിക്കൊക്കെ ഫീൽ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊന്നും അങ്ങനെയുള്ള വേഷം കെട്ടിയിട്ടുള്ള ഭക്തിയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വലിയ ഭക്തനാണെന്ന് പബ്ലിക്കിനെ ബോധിപ്പിക്കാൻ വേണ്ടി അതല്ല ഭക്തി. ഭക്തി ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് അനുഭവത്തിലൂടെ തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തി എത്തിച്ചേരുക. ഞാൻ അങ്ങനെ എത്തിച്ചേർന്ന വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിലും എൻ്റെ വാക്ക് പൊയ് വാക്കായിട്ട് കണക്കെടുത്ത് അങ്ങനെ തള്ളിക്കളയാം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം പറയാനല്ല ഇവിടെ ഇരുന്നത്. ഭക്തിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രം നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം. അതുകൊണ്ട് ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പരിഹാരം ചെയ്യേണ്ടവർക്കും, എൻ്റെ പ്രധാന കർമ്മം തന്നെ പരിഹാര കർമ്മങ്ങളാണ്. അപ്പോൾ ആ പരിഹാര കർമ്മങ്ങൾ പ്രത്യേകിച്ചിട്ടും തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടിയൊക്കെ അതൊക്കെ വിശ്വാസികൾക്ക് മാത്രം ബന്ധപ്പെടാവുന്ന മേഖലയാണ്. അത് ഒരാളെയും നിർബന്ധിക്കാറില്ല. വിശ്വാസമുള്ളവർക്ക് വന്നിട്ട് അങ്ങനെ ചെയ്യാം. അതെന്തെങ്കിലും ഉണ്ടാവും. അതങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ധൈര്യം ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ആർജിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വരാം. അതേപോലെ ഓൺലൈനിലായിട്ട് ഫലം അറിയേണ്ടവർക്ക് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെയും ഫലം അറിയാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.